മലയാളികൾ ഏറെ ഇഷ്ടപ്പെട്ട ഒരു കൂട്ടുകെട്ടിൽ നിന്ന് ഒരു സിനിമ പിറന്നിട്ട് 25 വർഷം തികയുകയാണ്. അതുപോലെ തന്നെ മലയാളികൾ ഏറെ ആഘോഷിച്ച ഒരു പ്രൊഡക്ഷൻ ഹൗസും. നമ്മൾ ഇത്രയധികം സെലിബ്രേറ്റ് ചെയ്ത ഒരു പ്രൊഡ്യൂസറും ഒരു പ്രൊഡക്ഷൻ ഹൗസും വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സ്ക്രീനിൽ ഈ പേര് എഴുതി കാണിക്കുമ്പോൾ നമ്മളെല്ലാവരും കൈയടിക്കാറുണ്ട്. മോഹൻലാൽ, ആശീർവാദ് സിനിമാസ്, പ്രൊഡ്യൂസ്ഡ് ബൈ ആന്റണി പെരുമ്പാവൂർ. 2000 ആദ്യത്തെ സിനിമ പിറക്കുന്നു. മലയാള സിനിമ എടുത്തു നോക്കിയാൽ ഒരു കംപ്ലീറ്റ് മാസ് ആക്ഷൻ എന്റർടൈനർ. ഈ സിനിമയിലെ ഡയലോഗ് തന്നെ ഉപയോഗിക്കാം. ഇന്നും ഈ സിനിമയുടെ തട്ട് താഴ്ന്നു തന്നെ ഇരിക്കും. മമ്മൂക്കയും ലാലേട്ടനും ഒന്നിച്ച നരസിംഹം എക്കാലത്തെയും മാസ് പാക്കേജ് സിനിമകളുടെ തലതൊട്ടം. പിന്നീട് അങ്ങോട്ട് ഒരുപാട് സിനിമകൾ: രാവണപ്രഭു, കിളിച്ചുണ്ടൻ മാമ്പഴം, നാട്ടുരാജാവ്, നരൻ, രസതന്ത്രം, ബാബ കല്യാണി, സാഗർ ഇലിയാസ് ചാക്കി തുടങ്ങി ആരാധകരെ കൈയടിപ്പിച്ചു കണ്ണ് നനച്ചു ഒരുപാട് സിനിമ. 2013 അന്ന് ആ സിനിമയിലെ നായകൻ സ്ക്രീനിൽ തെളിയുന്നതിന് മുൻപ് ഒരാൾ സ്ക്രീനിൽ തെളിയും. അന്ന് കുട്ടിയായതുകൊണ്ട് എനിക്കറിയില്ലായിരുന്നു അദ്ദേഹം ആരായിരുന്നു എന്നുള്ളത്. സിനിമ കഴിഞ്ഞപ്പോൾ നായകന് ലോകത്തിന്റെ മുഴുവൻ കയ്യടി. എന്നാൽ ഞാൻ ആകാംക്ഷയോടെ ചോദിച്ചത് ആദ്യം സ്ക്രീനിൽ തെളിഞ്ഞ മുഖം ആരുടേതായിരുന്നു എന്നാണ്. പിന്നീട് അങ്ങോട്ട് ആശീർവാദിന്റെ സിനിമകളിൽ അദ്ദേഹം വന്നപ്പോൾ കൈയടിച്ചു, വരാനായി കാത്തിരുന്നു. സ്ക്രീനിൽ മുഖം തെളിഞ്ഞില്ലെങ്കിലും പേര് തെളിഞ്ഞപ്പോൾ കൈയടിച്ചു. ഇത് കാണുന്ന പ്രേക്ഷകർ ചിന്തിച്ചേക്കാം, ഇത് ഇത്തിരി കൂടിപ്പോയില്ലേ എന്ന്. എന്നാൽ അദ്ദേഹം ഇത് അർഹിക്കുന്നുണ്ട്. മലയാളികളുടെ സ്വന്തം ആന്റണി പെരുമ്പാവൂർ. പറഞ്ഞു വന്ന സിനിമ ജീത്തു ജോസഫിന്റെ ദൃശ്യം. പിന്നീട് അങ്ങോട്ട് ആന്റണി പെരുമ്പാവൂർ മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരുപാട് സിനിമകൾ. ഒരു ഗ്യാപ്പിന് ശേഷം പ്രിയദർശനും ലാലേട്ടനും ഒന്നിച്ച ഒപ്പം. ഹൈ ബഡ്ജറ്റിൽ ഒരുക്കിയ ഒടിയൻ. 25 വർഷങ്ങൾ പിന്നിടുമ്പോൾ ആ കൂട്ടുകെട്ട് മലയാള സിനിമയ്ക്ക് നൽകിയത് ഒരുപാട് കാര്യങ്ങളാണ്. 2 നാഷണൽ അവാർഡ്, 7 കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ്. ഇന്ന് ഇന്ത്യ ഒട്ടാകെ സംസാരിക്കുന്നത് ഈ പ്രൊഡക്ഷൻ ഹൗസിന്റെ ബാനറിൽ ഒരുങ്ങുന്ന എമ്പുരാനെ പറ്റിയാണ്. നാളെ ഈ സിനിമയുടെ ടീസർ പുറത്തു വരും. ആദ്യ പതിപ്പ് ഇന്ത്യ ഒട്ടാകെ ആഘോഷിച്ച സിനിമ 2ാം വരവിലും നിൽക്കുന്നില്ല. ഈ ഫ്രാഞ്ചൈസിയിൽ 3 സിനിമകൾ കൂടി ഇനി ഉണ്ടാകുമെന്ന് ഇതിന്റെ സംവിധായകൻ പൃഥ്വിരാജ് ഉറപ്പിച്ചു പറയുന്നു. പരാജയങ്ങൾ നേരിട്ടിട്ടുണ്ടാവാം, വിമർശനങ്ങൾ കേട്ടിട്ടുണ്ടാവാം. പക്ഷേ പണ്ട് ആരോ പറഞ്ഞ പോലെ ഒരു വെള്ളിയാഴ്ച മതിയില്ലേ ഇതെല്ലാം മാറി മറിയും. കാത്തിരിക്കുന്നത് മലയാള സിനിമയുടെ രാജാവിന് വേണ്ടി. താങ്ക് യു ആശീർവാദ് സിനിമാസ് ഫോർ സെറ്റിംഗ് അവർ സ്ക്രീൻസ് ഓൺ ഫയർ.